നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഈ ഒരു സദ്വാർത്ത, ഈ ഒരു സുവിശേഷം, നല്ല വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് കർത്താവിന്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ദുഃഖ ദുരിതങ്ങൾക്കിടയിൽ മത്തായി സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവിടുന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇപ്പൊ ലൗകിക ഗുരുവായിട്ടുള്ള ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ശാന്തശീലനാണ്, ഞാൻ വിനയമുള്ളവനാണ്, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിന്റെ വലിയ ബുദ്ധിമുട്ടുകളുമായിട്ട് ഓടി നടക്കുകയാണ്. വർത്തമാനകാല ജീവിതത്തില് യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഭീഷണി, യുദ്ധത്തിൻ്റെതായിട്ടുള്ള വാർത്തകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു. നമ്മുടെ ഈ പ്രദേശങ്ങളില് പല ഭാഗങ്ങളിലൊക്കെ നമുക്കറിയാം, ഏറ്റുമാനൂർ, കോട്ടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാർത്തകളില് കുടുംബങ്ങൾ കൂട്ട ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയി, ഹൈക്കോടതിയിൽ അഭിഭാഷകയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുടെ പോലും മനസ്സ് പെട്ടെന്ന് ചഞ്ചല ചിത്തമായിട്ട് കുഞ്ഞു കുട്ടികളുമായിട്ട് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇന്നും പത്രവാർത്തകളിലെ വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രീയത്തിന്റെ പേര്